ടോപ്പ് ട്രേസേഴ്സിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വിഷയം ബാലഭാസ്കറിന്റെ മരണത്തിൽ ഇൻഫ്ലുവൻസ് ആയിരിക്കുന്ന വിഷ്ണുവും തമ്പിയെയും കുറിച്ച് നമ്മുടെ ബാലഭാസ്കറിന്റെ സിസ്റ്റർ ആയിട്ടുള്ള പ്രിയ വേണുഗോപാൽ ഒരു പുതിയ വെളിപ്പെടുത്തലുമായിട്ട് വന്നിട്ടുണ്ട്. ആ വെളിപ്പെടുത്തൽ എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് കണ്ടു നോക്കാം. അതിനു മുൻപായി ഈ കേസ് അന്വേഷണത്തിൽ പല ഭാഗങ്ങളിലും ഈ കേസിനെ വളച്ചൊടിക്കുവാനായി കുറെ പുറത്തുനിന്നും ബാഹ്യ ശക്തികൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് പ്രിയ വേണുഗോപാൽ ഇതിൽ നമ്മളോട് സംസാരിക്കുന്നത്. ഈ കേസ് അന്വേഷണത്തിൽ വിഷ്ണുവും തമ്പിക്കും എത്രത്തോളം ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് പ്രിയ വേണുഗോപാൽ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് കൂടുതലായിട്ടും ഇന്ന് പ്രിയ വേണുഗോപാൽ നമ്മളോട് സംസാരിച്ചത്. അപ്പോൾ പ്രിയ വേണുഗോപാലിന്റെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് പോയിട്ട് വരാം. നമസ്തേ, ഞാൻ പ്രിയ വേണുഗോപാൽ. ബാലഭാസ്കർ കേസുമായി ബന്ധപ്പെട്ട് CBI ഒന്നാം സംഘത്തിന്റെ അന്വേഷണം അവർ പൂർത്തിയാക്കുന്നതും തിരുവനന്തപുരം CJM കോർട്ടിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നതും 2021 അന്ന് ആ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടതിനെ തുടർന്നുണ്ടായ ഒരു മാധ്യമ ചർച്ചയ്ക്കിടെ ഞങ്ങളോട് ചോദിച്ചൊരു ചോദ്യം, പൂർണ്ണമായും ദുരൂഹതകളൊന്നുമില്ലാത്ത ഒരു അപകട മരണം മാത്രം, അല്ലെങ്കിൽ അപകടം അതേ തുടർന്നുള്ള ഉണ്ടായ ഒരു മരണം, സ്വാഭാവിക മരണം, ഈ രീതിയിൽ പൂർത്തിയാക്കിയ ഒരു റിപ്പോർട്ടാണ്, സമർപ്പിക്കപ്പെട്ട ഒരു റിപ്പോർട്ടാണ്, നിങ്ങളുടെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന്. ആ റിപ്പോർട്ട് അന്ന് പൂർണ്ണമായും വായിച്ച സമയത്ത് തന്നെ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അത് ഒരു ഫുൾ പ്രൂഫ് ഇൻവെസ്റ്റിഗേഷൻ അല്ല, അങ്ങനെ ഫുൾ പ്രൂഫ് ആയിട്ടുള്ള റിപ്പോർട്ടുമല്ല. അതിൽ തന്നെ ചോദ്യം ചെയ്യപ്പെടാവുന്ന നിരവധി കാര്യങ്ങളുണ്ടായിരുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാക്ഷികളുടെ, പ്രധാന സാക്ഷികളുടെ പോലും അവരുടെ മൊഴികളിൽ പോലും വൈരുദ്ധ്യങ്ങളുണ്ടായിരുന്നു, ലക്ഷ്മിയുടെ ഉൾപ്പെടെ. അപ്പൊ ഇതൊന്നും ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ല. സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടുണ്ട്, അതേ തുടർന്ന് എല്ലാം സ്വാഭാവികമായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ ഒക്കെ അവിടെ തന്നെ നിലനിർത്തിയിരിക്കുന്നതിനർത്ഥം ഈ കേസ് ഇനിയും മുന്നോട്ട് പോകാനുള്ള വകുപ്പുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഒരു ഘട്ടത്തിൽ അത് അവസാനിപ്പിക്കാം, ഇവർ വീണ്ടും അപ്പീലുമായി പോകും, അപ്പോൾ വീണ്ടും ഇത് തുറക്കാം, വീണ്ടും അതിലും അങ്ങനെ തന്നെ വരും. അങ്ങനെ ഇതൊരു തുടർ കഥയായിക്കോട്ടെ എന്നുള്ളൊരു രീതിയായിരുന്നു ആ റിപ്പോർട്ട് വായിച്ചാൽ നമുക്ക് മനസ്സിലാവുക, CBIയുടെ ഭാഗത്തു നിന്നുള്ള റിപ്പോർട്ട്. ഇപ്പോൾ രണ്ടാം അന്വേഷണം, അതായത് 2023 ഒക്ടോബർ 5 വന്ന ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിയെ തുടർന്നുള്ള തുടരന്വേഷണം, അതായത് ഫസ്റ്റ് റിപ്പോർട്ട് സാറ്റിസ്ഫാക്ടറി അല്ല, അതേ തുടർന്ന് അന്വേഷിക്കപ്പെടാതെ പോയ ഒരുപാട് സംഗതികൾ അതിനകത്തുണ്ട്, അത് ചെയ്യണമെന്ന് പറഞ്ഞ് കോടതി CBIയെ നല്ല രീതിയിൽ വിമർശിച്ചുകൊണ്ട് തന്നെ വന്ന ആ വിധിയെ തുടർന്നുണ്ടായ ഇൻവെസ്റ്റിഗേഷന്റെ അല്ലെങ്കിൽ ആ തുടരന്വേഷണത്തിന്റെ റിപ്പോർട്ട് ഇപ്പോൾ CJM കോർട്ടിൽ തിരുവനന്തപുരത്ത് വീണ്ടും സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആദ്യത്തെ ഘട്ടത്തിൽ ഞാൻ അന്നും പറഞ്ഞിരുന്നു, പലതവണ പറഞ്ഞിട്ടുള്ളതാണ്, CJM കോർട്ടിൽ DRIയുടെ റിപ്പോർട്ട്, ബാലുചേട്ടന്റെ ഫോണുമായി ബന്ധപ്പെട്ട ഫോറൻസിക് തെളിവുകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ, ഇതൊന്നും CBI നടത്തിയിട്ടില്ല എന്ന് വളരെ വിചിത്രമായ രീതിയിൽ തെളിയിക്കപ്പെട്ടതാണ്. അതായത് ആദ്യം ഇതെല്ലാം കഴിഞ്ഞു, ഇതിൽ അന്വേഷിക്കാൻ ഒന്നുമില്ല എന്ന് പറഞ്ഞ CBIയോട് അതിന്റെ റിപ്പോർട്ടുകൾ എവിടെ എന്ന് കോടതി ചോദിക്കുന്ന ഒരു അവസ്ഥ വരുന്നു. കോടതി ചോദിക്കുമ്പോൾ തങ്ങളുടെ കയ്യിൽ റിപ്പോർട്ടില്ല, ഞങ്ങൾ അത് കണ്ടിട്ടില്ല, വായിച്ചിട്ടില്ല എന്ന് CBIക്ക് സമ്മതിക്കേണ്ടി വരുന്നു. സമ്മതിക്കേണ്ടി വന്നതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് വീണ്ടും സമയമെടുത്ത് ഇത് വായിക്കേണ്ടിയോ ഈ റിപ്പോർട്ട് അനലൈസ് ചെയ്യേണ്ടിയോ ഒക്കെ വരുന്നു. അതേ തുടർന്ന് വീണ്ടും അടുത്ത ഉത്തരവുമായി CBI വരുന്നു. അപ്പൊ ഈ ഘട്ടത്തിലൊക്കെ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഇത്രത്തോളം ലാഘവത്തോടെയാണ് CBI, അതായത് കോടതിയിൽ വന്ന് കള്ളം പറഞ്ഞാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് CBI അവിടെ നിലപാടെടുത്തിരുന്നത് എന്നുള്ളത് കൊണ്ട് തീർച്ചയായും CJM കോർട്ടിൽ ഈ റിപ്പോർട്ട് അപ്പാടെ തള്ളും. അതോടുകൂടി നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷന് സാധ്യതയുണ്ട് എന്നുള്ളതായിരുന്നു ഞങ്ങൾ അന്ന് കരുതിയിരുന്നത്. പക്ഷെ നടന്നത് അതല്ല. CJM കോർട്ടിൽ പൂർണ്ണമായും CBIയുടെ റിപ്പോർട്ടിനെ മുഖവിലയ്ക്ക് എടുത്തുകൊണ്ട് അർജുനെതിരെയുള്ള, അതായത് റാഷ് ആൻഡ് നെഗ്ലിജന്റ് ഡ്രൈവിംഗ് എന്നുള്ള ഒരേ ഒരു കുറ്റത്തിന് അർജുനെതിരെയുള്ള പ്രൊസീഡിങ്സ് അതുമായി മുന്നോട്ട് പോകാനുള്ള നിർദ്ദേശം കൊടുത്തുകൊണ്ട് കേസ് അവസാനിപ്പിക്കുകയായിരുന്നു. എന്ന് മാത്രമല്ല, സോബിക്കെതിരെ, പ്രധാന സാക്ഷിയായി വന്ന സോബിക്കെതിരെ, കലാഭവൻ സോബിക്കെതിരെ CBI കൊടുത്ത ആ ഒരു കേസ്, സാക്ഷിയായി വന്ന ഒരാൾക്കെതിരെ അയാൾ കേസിനെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് CBI നൽകിയ കേസ്, അതുമായും പ്രൊസീഡിങ്സ് തുടരാൻ വേണ്ടിയിട്ട് CJM കോർട്ട് ഓർഡർ ചെയ്യുമായിരുന്നു.
ഇത് 2023 ഹൈക്കോടതിയിൽ എത്തുന്ന സമയത്താണ് ഞങ്ങളുടെ അഡ്വക്കേറ്റ് രാമൻ കർത്ത അവതരിപ്പിച്ച് ആ കേസ് കൃത്യമായി പഠിച്ച് അതിനെ വളരെ അതിലെ ഓരോ പോയിന്റ്സും കൃത്യമായി തന്നെ വിലയിരുത്തി ഹൈക്കോടതി ഒരു വിധി പുറപ്പെടുവിച്ചത്. അതിൽ ഈ പ്രധാന സാക്ഷിയായി വന്ന കലാഭവൻ സോബിക്കെതിരെ CBI കൊടുത്ത കേസിനെ പോലും നിശിതമായി വിമർശിച്ചുകൊണ്ട് അത് തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതി വിധി വന്നത്. കോടതി വിധിയിലെ ഓരോ ഡീറ്റെയിൽസിലേക്കും നമുക്ക് കടക്കേണ്ട കാര്യമില്ല. ഒരുപാട് കാര്യങ്ങൾ പബ്ലിക്കിലുള്ളതാണ് എന്ന് മാത്രമല്ല, ഇതിലെ പല പോയിന്റ്സും നേരത്തെ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇനിയുള്ള റിപ്പോർട്ട് നമുക്ക് ലഭ്യമായി തുടങ്ങിയിരിക്കുന്നു. അതിൽ ഓരോന്നോരോന്ന് വായിച്ചു വരുന്നതിനനുസരിച്ച് ആദ്യം പറഞ്ഞ ഒരു തുടർക്കഥയിലേക്കുള്ള ഒരു പോക്കാണ് ഈ റിപ്പോർട്ടും എന്നാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് കോടതിയിലുള്ളത് കൊണ്ട് ഇപ്പോൾ പറയാൻ നിർവാഹമില്ലെങ്കിൽ പോലും ചില കാര്യങ്ങൾ, ഹൈക്കോടതി വിധിയിൽ വന്ന ചില കാര്യങ്ങൾ പറയാതെ പോകാനും നിവൃത്തിയില്ല. ഈ ഘട്ടത്തിൽ കേസ് നിലനിൽക്കുന്നതിന് ആധാരം എന്താണ് എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കോടതി കുറേയേറെ പോയിന്റ്സ് മെൻഷൻ ചെയ്തതിന് ശേഷം, വളരെ വൈറ്റൽ ആയിട്ടുള്ള കുറേയേറെ പോയിന്റ്സ് ഓരോ കാര്യങ്ങളെക്കുറിച്ച് മെൻഷൻ ചെയ്തതിന് ശേഷം അത് അവസാനിപ്പിക്കുന്ന ഒരു പാരഗ്രാഫ് ഉണ്ട്. The circumstances mentioned above, even if it is assumed to be inconsequential in the ultimate analysis, should have necessarily stirred the incisive mind of an investigative officer, especially since most unanswered areas revolve around the conduct of Sri Prakash Thambi, Sri Vishnu Somasundaram and their associates. Surprisingly, the CBI has not probed deeper into the aforesaid aspects. The astuteness of an expert investigating agency ought to be reflected in leaving no stone unturned during the probe. And an inconsistency or a discrepancy insignificant to the outside world can at times be the lead for unraveling the mysteries to covert actions. To achieve this, a deep and pervasive investigation is required. The doubts expressed by the parents of Balabhaskar cannot, in the above circumstances, be held to be wholly bereft of any basis. പൂർണ്ണമായും തള്ളിക്കളയാവുന്നതല്ല ബാലഭാസ്കറിന്റെ പേരൻസ് ഉന്നയിച്ചിട്ടുള്ള ചോദ്യങ്ങൾ. കാരണം ഈ മുൻപേ പറഞ്ഞ ഒരുപാട് സിറ്റുവേഷൻസ് എല്ലാം ചുറ്റിപ്പറ്റി നിൽക്കുന്നത് ആരെയാണ്? ഗോൾഡ് സ്മഗ്ലിംഗിൽ പിടിയിലായ പ്രകാശ് തമ്പിയെയും വിഷ്ണു സോമസുന്ദരത്തെയും അവരുടെ ഈ രണ്ടുപേരുടെയും അസോസിയേറ്റ്സിനെയും ബന്ധപ്പെട്ടാണ്. When it is felt that the investigation conducted has not been penetrating and the final report has still left several loose ends and many stones unturned, the imprimatur of a comprehensive investigation cannot be accorded by the court. അതായത് പല കാര്യങ്ങളിലേക്കും ഇനി സംശയങ്ങൾ നീളുന്ന രീതിയിൽ തന്നെയാണ് അത് ഉള്ളത്. അതുകൊണ്ട് നമുക്കത് സംശയങ്ങളെ തള്ളിക്കളയാൻ കഴിയില്ല. അതുകൊണ്ട് തുടർന്ന് അന്വേഷിക്കുക. 3 മാസം കൊടുത്തത് അങ്ങനെയാണ്. ഈ അന്വേഷിക്കണം എന്ന് പറഞ്ഞതിലെ ഒരു ഭാഗം നമുക്ക് ഇന്നൊന്ന് പരിശോധിക്കാമെന്ന് വിചാരിക്കുന്നു. കോടതി വിധിയുടെ ബാക്കിയാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ പല മാധ്യമങ്ങളിലൂടെയും റിപ്പോർട്ടിന്റെ ചില ഭാഗങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അഡ്വക്കേറ്റിലൂടെയും അല്ലാതെയും ഒക്കെ. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ ഒരു തുടർക്കഥയ്ക്കുള്ള സാധ്യതയാണ് നമ്മളിവിടെ കാണുന്നത്. 2021-ൽ 20-ലും നമ്മൾ ആദ്യമായി അറിഞ്ഞ്, അതായത് 2018 ആക്സിഡന്റ് നടക്കുന്നു, ലോക്കൽ പോലീസ് അന്വേഷണം നടക്കുന്നു, ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം തുടങ്ങുന്നു. ആ സമയത്തൊന്നും ചിത്രത്തിലില്ലാത്ത ഒരു ഭാഗമാണ് മെഡിക്കൽ കോളേജ് എന്നത്. മെഡിക്കൽ കോളേജിലേക്ക് ബാലുചേട്ടനെയും ലക്ഷ്മിയെയും അർജുനെയും ആംബുലൻസിൽ 108-ലും അല്ലാതെയുമുള്ള ആംബുലൻസിൽ കൊണ്ടുവന്ന സമയത്ത് അവിടെ ഒരു ഡോക്ടർ, ഒരു ജൂനിയർ ഡോക്ടറായിരുന്നു അദ്ദേഹം, വരുന്നു, കാണുന്നു, ഇവരുടെ അവസ്ഥകൾ മനസ്സിലാക്കുന്നു. ബാലഭാസ്കർ കോൺഷ്യസ് ആയിരുന്നു. അദ്ദേഹം സംസാരിച്ചു, സെൻസേഷൻ ഇല്ല എന്നുള്ളത് പറഞ്ഞു, കഴുത്തിന് താഴെ അറിയുന്നില്ല എന്നുള്ളത് പറഞ്ഞു. ഇവരുടെ ചികിത്സയ്ക്കായുള്ള സ്കാനിങ്ങും ലക്ഷ്മിക്ക് ഒരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിരുന്നു ആ സമയത്ത് തന്നെ. അപ്പൊ ഇത്രയും പ്രൊസീജിയർ ആരംഭിച്ചതിന്റെ തൊട്ടുപുറകെ അവർ സ്കാനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ തുടങ്ങി തിരിച്ചു വരുന്നതിനിടെ ബന്ധുക്കൾ ഈ ആൾക്കാരെ
കൊണ്ടുപോയി. ബാലുചേട്ടൻ നല്ല ഡ്രൈവർ എന്നുള്ളത് അവിടെ ഡോക്ടർ ഫൈസൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, ആ കണ്ട ആള്. അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട് ഡ്രൈവർ മറ്റേയാളായിരുന്നു എന്ന് അദ്ദേഹത്തിനോട് ബാലുചേട്ടൻ തന്നെ പറഞ്ഞ കാര്യം പറയുന്നുണ്ട്. ഇവിടെ നിന്ന് ഇദ്ദേഹം പറയുന്നത് ഡോക്ടർ ഫൈസലിന്റെ അന്നത്തെ മൊഴി ഒരു മാധ്യമത്തിലാണ് ഡോക്ടർ ഫൈസൽ ആദ്യമായിട്ട് ഇക്കാര്യം പറയുന്നത്. ലോക്കൽ പോലീസോ അത് കഴിഞ്ഞ് വന്ന ക്രൈംബ്രാഞ്ചോ ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല, ഡോക്ടേഴ്സിന്റെ മൊഴി രേഖപ്പെടുത്തിയില്ല, വൂണ്ട് സർട്ടിഫിക്കറ്റ് അവിടെ നിന്ന് വാങ്ങിച്ചിരുന്നില്ല. ഓർക്കണം, വളരെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ആരോപണമായിരുന്നു അവിടെ നിന്നുള്ള ഡിസിഷൻ എന്നുള്ളത്, അനന്തപുരി ഹോസ്പിറ്റലിലേക്ക് പോയതിന്റെ ഡിസിഷൻ. അതേ ചൊല്ലി തന്നെ ഞങ്ങൾ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തിയ ക്രൈംബ്രാഞ്ച് മെഡിക്കൽ കോളേജിലേക്ക് പോയിട്ട് തന്നെയില്ല, അവരുടെ മൊഴിയൊന്നും രേഖപ്പെടുത്തിയിട്ട് തന്നെയില്ല. CBIയുടെ ഇതിലാണ്, അതായത് ക്രൈംബ്രാഞ്ചിന്റെ ഇതിൽ ഇതൊന്നും ചെയ്തിട്ടില്ല എന്ന് നമ്മൾ പറഞ്ഞതിന് ശേഷമാണ് CBIയുടെ കേസിൽ ഈ കാര്യങ്ങൾ വരുന്നത്. അപ്പോഴും ഡോക്ടർ ഫൈസൽ കൃത്യമായിട്ട് ആ മൊഴിയെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഡിസ്ചാർജ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് എന്നുള്ളത് രേഖപ്പെടുത്തിയാണ് റിപ്പോർട്ട് പിന്നീട് നൽകിയത്. അതായത് ഇവർ വരുമ്പോഴത്തേക്കും തന്നെ ആൾക്കാരെ മൂവ് ചെയ്ത് കഴിഞ്ഞിരുന്നു അനന്തപുരി ഹോസ്പിറ്റലിലേക്ക്. കൊണ്ടുപോയ ആളെ പറ്റി നമുക്ക് സംസാരിക്കാം. പ്രകാശ് തമ്പി. ഇതില് പ്രകാശ് തമ്പി എന്ന് പറയുന്ന വ്യക്തി ആരോടും കൺസൾട്ട് ചെയ്യാതെ, ബാലുചേട്ടന്റെ കുടുംബവുമായിട്ടോ ലക്ഷ്മിയുടെ കുടുംബവുമായിട്ടോ ഒന്നും കൺസൾട്ട് ചെയ്യാതെ അദ്ദേഹത്തിന്റെ തന്നെ തീരുമാനമായിട്ടാണ് അനന്തപുരി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. ഇതേ ചുറ്റിപ്പറ്റി കുറെ ഊഹാപോഹങ്ങൾ പിന്നീട് കൊണ്ടുവരാൻ ശ്രമിച്ചുവെങ്കിലും അതൊക്കെ ഫെയിലായി. ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞ KSRTC ബസ് ഡ്രൈവർ അജി പോലും ഇക്കാര്യം എടുത്തിടാനൊന്നും ശ്രമിച്ചു. ബാലഭാസ്കർ അവിടെ റോഡിൽ കിടക്കുന്ന സമയത്ത് തന്നെ എന്നോട് പറഞ്ഞിരുന്നു അനന്തപുരിയിലേക്ക് എന്നെ കൊണ്ടുപോകണം എന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ എങ്ങും തൊടാതെ പറഞ്ഞതിന്റെ ഓഡിയോ ഒക്കെ എന്റെ പക്കലുണ്ട്. പക്ഷെ അതൊന്നും മൊഴിവാകേണ്ടി വന്നില്ലല്ലോ, കാരണം അദ്ദേഹം ആ ആളെ തന്നെ റിമൂവ് ചെയ്തിരുന്നല്ലോ കഴിഞ്ഞ ഇൻവെസ്റ്റിഗേഷന്റെ സമയത്ത്. അപ്പോ പ്രകാശ് തമ്പിയുടെ തീരുമാനമായിരുന്നു ഇങ്ങോട്ട് മാറ്റുക എന്നുള്ളത്. അതിന് കാരണം അദ്ദേഹം പറയുന്നത് ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെന്റ് അവിടെയാണ് കിട്ടുക, അനന്തപുരിയിലാണ് കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ കുടുംബവുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ടില്ല, ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഉന്നയിച്ചതാണ്, അത് ചർച്ചയായതുമാണ്. ഹോസ്പിറ്റലിൽ, അതായത് ആ ഹോസ്പിറ്റൽ ചൂസ് ചെയ്തതിന് കാരണം പ്രകാശ് തമ്പി എന്നോട് നേരിട്ട് പറഞ്ഞത്, ഹോസ്പിറ്റലിൽ വെച്ച് നേരിട്ട് പറഞ്ഞത്, അവിടെയുള്ള ഡോക്ടേഴ്സ്, മെയിൻ ഡോക്ടേഴ്സ്, ആ ഫാമിലി, ഡോക്ടർ മാർത്താണ്ഡം പിള്ള, അദ്ദേഹത്തിന്റെ മക്കൾ 2 പേര്, ഡോക്ടർ ആനന്ദ് ആൻഡ് ഡോക്ടർ കമല ചേച്ചി, ആനന്ദ് ചേട്ടൻ, ഇവരുമായിട്ടൊക്കെ എനിക്ക് കുഞ്ഞിലേ മുതലുള്ള ബന്ധമാണ്. പിന്നെ അവിടെയുള്ള ഷെയർ ഹോൾഡർ ആയിട്ടുള്ള മറ്റൊരു വ്യക്തിയുടെ മകൻ എന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്. അപ്പോൾ എനിക്ക് ഏത് സമയവും വളരെയധികം ആക്സസ് ഉള്ള ഒരു സ്ഥലമായതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന് അദ്ദേഹം എന്നോട് ഒരു സാഹചര്യത്തിൽ പറഞ്ഞിരുന്നു. കാരണം ഒരു ഘട്ടം എത്തിയപ്പോൾ എല്ലാവരും ചുമ്മാ ICUവിൽ കയറി ഇറങ്ങുന്നു എന്ന് അറിഞ്ഞതിന് ശേഷം ഞങ്ങൾ അതിന് വിലക്ക് ഏർപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. അപ്പൊ ആ സമയത്ത് ബന്ധുക്കളായവർ മാത്രം കയറുക എന്നുള്ള ഫേസ് ഐഡന്റിഫൈഡ് ആയിട്ടുള്ള ലക്ഷ്മിയുടെയും അർജുന്റെയും ബാലുചേട്ടന്റെയും ഫേസ് ഐഡന്റിഫൈഡ് ആയിട്ടുള്ള ബന്ധുക്കൾ മാത്രം കയറുക എന്ന് പറഞ്ഞ ഒരു ഘട്ടത്തിലാണ് ഇത് കാരണം ഒരല്പം ഈഗോ ഹേർട്ടായ അതുകൊണ്ടായിരിക്കാം സമയം തമ്പി ഇതൊക്കെ എന്നോട് പറഞ്ഞത്. ആ സമയം ഹോസ്പിറ്റലിൽ തന്നെയാണ്, ഈ ICU ഇറങ്ങി വരുന്ന സമയത്ത്, ഞങ്ങൾ ഡോക്ടേഴ്സുമായിട്ട് ചർച്ച ചെയ്തിട്ട് ഇറങ്ങി വരുന്ന സമയത്ത് തന്നെയാണ് ഇത് സംഭവിക്കുന്നത്. തമ്പി അങ്ങനെ ഒരു സ്വന്തം നിലയ്ക്ക് ഒരു തീരുമാനം എടുത്തു എന്ന് പറയുമ്പോഴും ഈ ഹോസ്പിറ്റലിന്റെ കാര്യത്തിൽ സംശയം വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതൊരു കോർപ്പറേറ്റ് ഹോസ്പിറ്റലാണ്. അവിടെ സ്വാഭാവികമായിട്ടും ഒരു MLC വന്നാൽ, ഒരു മെഡിക്കൽ ലീഗൽ കേസ് വന്നാൽ പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. കൃത്യമായ സമയം രേഖപ്പെടുത്തണം, അവിടെ ഡ്രൈവർ ആരാണെന്നുള്ളത് രേഖപ്പെടുത്തണം, ഡ്രൈവേഴ്സിന്റെയും പാസഞ്ചേഴ്സിന്റെയും അവസ്ഥ എന്താണെന്നുള്ളത് അനലൈസ് ചെയ്യണം. അതായത് ബ്ലഡ് ടെസ്റ്റ് നടത്തണം, ബവൽ ടെസ്റ്റ് നടത്തണം, ഡ്രങ്കൺ ഡ്രൈവിംഗ് ആയിരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് രേഖപ്പെടുത്തണം. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഇതൊന്നും അവിടെ പാലിക്കപ്പെട്ടിരുന്നില്ല. അവിടെ ആദ്യം അറ്റൻഡ് ചെയ്ത ഒരു ഡോക്ടർ ഞങ്ങളുടെ പേഴ്സണൽ പരിചയമുള്ളത് കൊണ്ട് മാത്രം ഡോക്ടർ ടു ഡോക്ടർ കോൺവെർസേഷനിൽ പറഞ്ഞതാണ് 4:10 മോളെ കൊണ്ടുവന്നു എന്നുള്ളത്. ഈ 4:10 എന്നുള്ളത് പിന്നീട് രേഖകളിലേക്ക് വന്ന സമയത്ത്, അതായത് വിവാദങ്ങളൊക്കെ വന്നതിന് ശേഷം രേഖകളിലേക്ക് വന്ന സമയത്ത് സമയം മാറുകയുണ്ടായി. അപ്പോൾ അവസാനമുള്ള രേഖയിൽ മറ്റൊരു സമയമാണ്.
ഈ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നല്ലോ 3:30 ഇതേപ്പറ്റി അറിഞ്ഞ ആളുകളുണ്ട്. കുഞ്ഞിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഇമ്മീഡിയറ്റ്ലി ഇത് ആരാണ്, ആരുടെ കുഞ്ഞാണ്, ഇതൊന്നും അറിവില്ല. എന്നിട്ട് പോലും അതങ്ങനെ തന്നെ അറിഞ്ഞ ആൾക്കാർ 3:30 ശേഷം 4 മണിക്കുള്ളിൽ തന്നെ അറിഞ്ഞ, അല്ലെങ്കിൽ 4-5 മുന്നേ അറിഞ്ഞ ആൾക്കാർ മറ്റുള്ളവരുണ്ട്, ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് എന്നുള്ളതും മൊഴികളിലുണ്ട്. 3:30 ആദ്യത്തെ കോൾ എന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ 4:10 എന്നുള്ള രേഖ അത് മാറി അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ ലേറ്റ് ആയിട്ടുള്ള ഒരു സമയമായി. അത് കഴിഞ്ഞിട്ട് വീണ്ടും അതിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ചോദ്യം ചെയ്യാതെ നിവൃത്തി ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് ഈ മാറ്റങ്ങളെ കുറിച്ച്. അതുപോലെ ICUവിൽ എല്ലാവരും കയറി ഇറങ്ങുന്നുണ്ടായിരുന്നു. അന്ന് ഇദ്ദേഹത്തിന് പരിചയമുള്ള, ഈ പ്രകാശ് തമ്പിക്ക് പരിചയമുള്ള ഒരു ഡോക്ടർ കൽപ്പന, അവരവിടെയല്ല ജോലി ചെയ്തിരുന്നത്. സുശ്രുത മെഡിക്കൽ കോളേജ്, സുശ്രുത ക്ലിനിക് എന്ന് പറഞ്ഞിട്ട് പോത്തൻകോട് അവരൊരു ക്ലിനിക്ക് നടത്തുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ള ഡോക്ടറാണ്. പക്ഷെ അവർക്ക് ഇവിടെ നല്ല ഹോൾഡ് ഉള്ളതുകൊണ്ട് അവർ വഴി കുറേയേറെ പേർ ICUവിൽ കയറുന്നുണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ആദ്യ ദിവസങ്ങളിലെ ഇൻഫർമേഷൻ. ഇത് തമ്പിയും ഞങ്ങളോട് പറഞ്ഞ കാര്യമാണ്. അവർക്കറിയാം, അവർ വഴി ഉണ്ട്, ഞങ്ങൾക്ക് ആക്സസ് ഉണ്ട് എന്നുള്ളത്. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് ഇതെല്ലാം മാറി. ഇവരാരും ആ രീതിയിലൊന്നും ശ്രമിച്ചിട്ടില്ല, അങ്ങനെ ആരും പോയിട്ടില്ല എന്നൊക്കെയായി കാര്യങ്ങൾ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. തമ്പി ഹൈക്കോടതി വിധിയിൽ എടുത്തു പറഞ്ഞ 3-4 പോയിന്റ്സ് ഉണ്ട്. അതിലൊന്ന്, തമ്പി ഈ അപകടം നടക്കുന്നതിന്റെ തലേ ദിവസം 24-ാം തീയതി രാത്രി ആകാശ് ഷാജി എന്ന് പറഞ്ഞൊരു വ്യക്തിയുമായി ദീർഘനേരം സംസാരിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 8.5 മിനിറ്റ്. ആ രാത്രി ആകാശ് ഷാജി എന്ന് പറയുന്ന ജിത്തു എന്ന് പറയുന്ന വിഷ്ണു സോമസുന്ദരത്തിന്റെ കസിൻ വിഷ്ണുവിനോടൊപ്പം ദുബായിലാണ്. അപ്പൊ ഈ ആകാശ് ഷാജിയോട്, അതായത് ഈ ആകാശ് ഷാജി എന്ന് പറയുന്ന ജിത്തു എന്ന് പറയുന്ന ആൾ ഗോൾഡ് സ്മഗ്ലിംഗ് കേസിൽ ഒരു മിഡിൽമാൻ ആണ്. ദുബായ് ബേസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മിഡിൽമാൻ ആണ് ആകാശ് ഷാജി എന്ന് പറയുന്ന ഈ ജിത്തു. ബാലുചേട്ടന്റെ ചുറ്റും ഉണ്ടായിരുന്നു ആ ഒരു കാലയളവിൽ എന്നുള്ളതിന് ഒരു തെളിവ് നമുക്കുണ്ടായിരുന്നത്, ബാലുചേട്ടൻ പ്രളയ സമയത്ത് സൺ ഹോംസിന്റെ മുമ്പിൽ നിന്ന് ഒരു ലൈവ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ലൈവ് വീഡിയോ ചെയ്യുന്ന സമയത്ത് ബാലുചേട്ടന്റെ ചുറ്റും ഈ സാധനങ്ങൾ കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കളക്ഷൻ പോയിന്റ് ആയിട്ടാണ് സൺ ഹോംസ് അദ്ദേഹം പറയുന്നത് അതിനകത്ത്. അപ്പോൾ ബാലുചേട്ടൻ പറയുന്നതിൽ ഒരു നമ്പർ ബാലുചേട്ടൻ കാണാതെ പറയുന്നുണ്ട്. അത് തമ്പിയുടെ നമ്പറാണ്. രണ്ടാമതൊരു നമ്പർ വിഷ്ണുവിനോട് ചോദിച്ചിട്ട് പറയാൻ പറയുന്നുണ്ട്. വിഷ്ണു പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അത് കാണിക്കുന്നുണ്ട്. അത് ജിത്തുവിന്റെ നമ്പറാണ്. ഈ സമയത്ത് തന്നെ ജിത്തു എന്ന് പറയുന്ന ഒരാൾ പുറകെ മിന്നിമായുന്നുണ്ട്. ബാലുചേട്ടന്റെ ആ വിഷ്വൽസ്, ലൈവ് വിഷ്വൽസ് കണ്ടാൽ അറിയാം. അപ്പൊ ഈ ജിത്തു ആണ് ദുബായിലെ മിഡിൽമാൻ ആണ് എന്ന് പറയുന്നത്, വിഷ്ണുവിന്റെ കസിനാണ്. അപ്പൊ ഈ ജിത്തുവുമായി ജിത്തു എന്ന ആകാശ് തമ്പിയുമായി ആകാശ് ഷാജിയുമായി പ്രകാശ് തമ്പി എന്തിന് ഇത്ര നേരം സംസാരിക്കണം, അതും 24-ാം തീയതി രാത്രി? ഈ ചോദ്യം വ്യക്തമായിട്ട് കോടതി ചോദിച്ചിട്ടുണ്ട്. അതിനുള്ള ഉത്തരങ്ങൾ ഇത്തവണത്തെ റിപ്പോർട്ടിൽ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. അത് എങ്ങനെ വരും എന്നുള്ളത് അറിയാൻ ക്യൂരിയോസിറ്റിയോട് കൂടി തന്നെയാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം പറയുന്നത്, ഈ 24-ാം തീയതി രാത്രി തന്നെ, അതായത് ഏകദേശം 8 മണി അടുപ്പിച്ച് പ്രകാശ് തമ്പി ഈ പള്ളിപ്പുറം, ഈ ആക്സിഡന്റ് നടന്ന സ്ഥലവുമായി ഒരുപാട് ദൂരമില്ലാത്ത പോത്തൻകോട് എന്ന് പറയുന്ന സ്ഥലത്ത് ATM-ൽ നിന്ന് 25,000 രൂപ പിൻവലിച്ചിട്ടുണ്ട്. അപ്പൊ അത് തമ്പി പറഞ്ഞത് മറ്റാവശ്യങ്ങൾക്കാണ്. കാരണം ഇവരുടെ പ്രകാശ് തമ്പിയുടെ ഭാര്യ ഈ സുശ്രുത ക്ലിനിക്കിൽ അഡ്മിറ്റഡ് ആയിരുന്നു, അവരുടെ ഗൈനക് റിലേറ്റഡ് ഇഷ്യൂസിന് വേണ്ടി, ചികിത്സയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിനുവേണ്ടി എടുത്ത പണമാണ്, അതിനുവേണ്ടി വിഡ്രോ ചെയ്ത പണമാണ്. പക്ഷേ തമ്പി അതിനു മുമ്പ് കൊടുത്ത മൊഴിയിൽ ഈ പ്രകാശ് തമ്പിയുടെ ഭാര്യയായ അനുശ്രീയെ ഡിസ്ചാർജ് ചെയ്തിരിക്കുന്നത് അന്നേ ദിവസം വൈകിട്ടാണ്, 24-ാം തീയതി വൈകിട്ടാണ്. പിന്നെ സന്ധ്യ കഴിഞ്ഞിട്ട് ഇയാൾ എന്തിനാണ് പണം എടുത്തത് എന്നൊരു ചോദ്യം വന്നു. ഈ പോത്തൻകോട് ഈ സ്ഥലത്ത് നിന്ന് ഷോർട്ട് കട്ട് ഉണ്ട് ഈ പള്ളിപ്പുറം അപകടം നടന്ന സ്ഥലത്തേക്ക് എത്താനായി. അപ്പോൾ ഈ ഏരിയയിൽ തമ്പി ആ രാത്രി ഉണ്ടായിരുന്നു എന്നുള്ളതിന് ഒരു തെളിവുണ്ടല്ലോ. ആ രാത്രി തമ്പി അവിടെ തന്നെ ഉണ്ടായിരുന്നതിനുള്ള കാരണം
ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇതും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യമാണ്. മൂന്നാമതൊരു കാര്യം എന്ന് പറയുന്നത്, ഈ അപകടം നടന്നതിന് ശേഷം 25-ാം തീയതി രാവിലെ 6 മുതൽ 7:30 വരെയുള്ള സമയത്താണ് തമ്പി പള്ളിപ്പുറം കടന്ന് മംഗലപുരം പോലീസ് സ്റ്റേഷനിൽ പോയി ബാലുചേട്ടന്റെ മൊബൈൽ ഫോൺ, വാലറ്റ്, അങ്ങനെ തുടങ്ങിയ സാധനങ്ങൾ കൈപ്പറ്റിയിരിക്കുന്നത് വിത്തൗട്ട് എ റെസീപ്റ്റ്. അത് രേഖപ്പെടുത്തിയിട്ടില്ല, പോലീസ് സ്റ്റേഷനിൽ നിന്ന് റെസീപ്റ്റ് കൊടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ആരുമല്ലാത്ത ഒരാൾക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് എങ്ങനെയാണ് സാധനം കിട്ടുക എന്നുള്ളത് ന്യായമായുമുള്ള സംശയമാണല്ലോ. കുടുംബാംഗമല്ല എന്നുള്ള നിലയിൽ കുടുംബാംഗങ്ങൾ ആരും കൂടെയില്ല, തമ്പിയും ഒരു സ്ത്രീയും എന്നാണ് അതില് പോലീസുകാരന്റെ, ആ കോൺസ്റ്റബിളിന്റെ മൊഴി. പക്ഷെ അവിടെയും തമ്പി അതേക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് 9 മുതൽ 10 മണി വരെ ആ ഗ്യാപ്പിലാണ്, ആ സമയത്താണ് ഞാൻ പോയി കളക്ട് ചെയ്തത്, സാധനം ഫോണും വാലറ്റും കളക്ട് ചെയ്തതെന്നാണ് തമ്പി പറഞ്ഞിരുന്ന സ്റ്റേറ്റ്മെന്റ്. അത് ഈ CDRുമായി താരതമ്യം ചെയ്യുമ്പോൾ, തമ്പിയുടെ ബാലുചേട്ടന്റെ ഫോണിന്റെ CDRുമായി താരതമ്യം ചെയ്യുമ്പോൾ പൊരുത്തപ്പെടുന്നുണ്ടായിരുന്നില്ല. അതാണ് ഹൈക്കോടതി എടുത്തു ചോദിച്ചത്. അതെങ്ങനെ വരും, തമ്പിക്ക് എങ്ങനെ കൈമാറാൻ കഴിയും, റെസീപ്റ്റ് ഇല്ലാതെ എങ്ങനെ കൊടുക്കാൻ കഴിയും? തമ്പിയുടെ മൊഴി പ്രകാരമുള്ള 9 to 10 അല്ല, CDR പ്രകാരമുള്ള സമയം 6 to 7:30 ആണ്. പോലീസുകാരന്റെ മൊഴിയിലും 6 to 7:30 ഒരാളും വണ്ണമുള്ള ഒരാളും ഒരു സ്ത്രീയും വന്നാണ് സാധനങ്ങൾ കളക്ട് ചെയ്തത്. തികച്ചും അപരിചിതരായിട്ടുള്ള ആൾക്കാരാണ് ബാലുചേട്ടന്റെ ഏറ്റവും വൈറ്റൽ ആയിട്ടുള്ള 2 സാധനങ്ങൾ, വാലറ്റും ഫോണും വന്ന് കളക്ട് ചെയ്തിരിക്കുന്നത്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത, സമ്മതിച്ചിരിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് നമുക്കറിയില്ല. അത് ഹൈക്കോടതി കൃത്യമായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇത് സംശയിക്കത്തക്കതായി ഇതിലൊന്നുമില്ല എന്ന് CBI ഓരോ തവണയും പറയാനുണ്ടായ കാരണം അത് തമ്പി പറഞ്ഞു ഇന്ന ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. തമ്പിയുടെ കയ്യിൽ ഉണ്ടായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. ലക്ഷ്മി ചേച്ചിയുടെ കുടുംബത്തിനറിയാം, ബാലുചേട്ടന്റെ കുടുംബത്തിനറിയാം, സുഹൃത്തുക്കൾക്കറിയാം. അപ്പൊ അതിലൊന്നും അസ്വാഭാവികതയില്ല എന്നാണ് തമ്പി പറഞ്ഞു വെച്ചത്. അത് മുഖവിലയ്ക്ക് എടുത്തുകൊണ്ടാണ് CBI അന്ന് അന്വേഷണം അവസാനിപ്പിച്ചത്. പക്ഷെ ഹൈക്കോടതിയെ സംബന്ധിച്ചിടത്തോളം അതങ്ങനെ വിട്ടുകളയാൻ കഴിയുന്ന ഒരു കാര്യമല്ല. കാരണം പ്രകാശ് തമ്പി പിന്നീട് ഒരു ഗോൾഡ് സ്മഗ്ലർ ആണ് എന്ന് തിരിച്ചറിയപ്പെട്ടിരുന്നു. ഒരു കാര്യം കൂടെ ഉള്ളത്, ജിഷ്ണു എന്ന് പറയുന്ന വ്യക്തി, പൂന്തോട്ടം ലതയുടെ മകനായ ജിഷ്ണു എന്ന വ്യക്തി തലേദിവസം രാത്രി പ്രകാശ് തമ്പിയുടെ വീട്ടിലുണ്ടായിരുന്നു. ഒരു രസകരമായ എപ്പിസോഡാണ് എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിരുന്നു ജിഷ്ണുവിന്റെ കാര്യം. കാരണം ജിഷ്ണു എന്ന് പറയുന്ന ആൾ ഓസ്ട്രേലിയയിൽ എന്തോ പ്രീ മെഡിക്കൽ കോഴ്സ് എങ്ങാണ്ട് ചെയ്യുകയാണ് എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് എറണാകുളത്ത് വന്നു, തൃശ്ശൂർ വന്നു. 23-ാം തീയതി മുഴുവൻ അയാളുടെ CDR പ്രകാരം തൃശ്ശൂരിൽ തന്നെയുണ്ട്. 23-ാം തീയതി രാത്രി, അർദ്ധരാത്രിയോടുകൂടി അയാൾ തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുന്നു. നോക്കൂ, ഈ ജിഷ്ണുവിന്റെ അമ്മയാണ് വടക്കുംനാഥ ക്ഷേത്രത്തിലുള്ള കാര്യങ്ങളെല്ലാം ഇവർക്ക് വേണ്ടി അറേഞ്ച് ചെയ്യുന്നത്, ബാലുചേട്ടനും ലക്ഷ്മിക്കും കുഞ്ഞിനും വേണ്ടി അറേഞ്ച് ചെയ്യുന്നത്. പക്ഷെ ജിഷ്ണു, അതെ, ഇത് പൊരുത്തക്കേടുകൾ വരുന്ന വിധം ഒന്ന് ആലോചിക്കണം. അതായത് ജിഷ്ണു 24-ാം തീയതി രാത്രി അവിടെ നിന്ന് പുറപ്പെട്ട്, 23-ാം തീയതി മിഡ് നൈറ്റ് അവിടെ നിന്ന് പുറപ്പെട്ട് 24-ാം തീയതി വെളുപ്പിനെ ഒരു 7:15 കൂടി തിരുവനന്തപുരത്ത് എത്തുന്നു. തമ്പിയെ വിളിക്കുന്നു, തമ്പിയുടെ വീട്ടിലേക്ക് പോകുന്നു. ബാലുചേട്ടനും കുടുംബവും 8 മണി അടുപ്പിച്ച് തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂരേക്ക് പോകുന്നു. അതായത് ജിഷ്ണുവിന്റെ അമ്മ തന്നെ അറേഞ്ച് ചെയ്ത കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ജിഷ്ണു വന്നതിന് കാരണം പറഞ്ഞത് മെഡിക്കൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഇയാൾ ഒരുപാടടുത്ത് ഈ പ്രീ മെഡിക്കൽ കോഴ്സ് ചെയ്തു. ഇയാളുടെ പഠനാവശ്യത്തിനായി ബാലുചേട്ടൻ ഒരുപാട് കാശ് മുടക്കിയിട്ടുണ്ട്, ഒരുപാട് പ്രാവശ്യം കൊടുത്തിട്ടുണ്ട്. റഷ്യയിൽ പോയി എന്ന് പറയുന്നു, ഓസ്ട്രേലിയയിൽ പോയി എന്ന് പറയുന്നു. ഇതിനൊക്കെ ബാലുചേട്ടന്റെ കയ്യിൽ നിന്നും കാശ് വാങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം അറിയുന്ന ഒരുപാട് പേരുണ്ട്. അതൊക്കെ രേഖാമൂലമാണോ അക്കൗണ്ട് ട്രാൻസ്ഫർ ആണോ എന്നുള്ളതും ഒന്നും തൊട്ടിട്ടില്ലാത്ത വിഷയമാണ്. അതൊന്നും അന്വേഷിച്ചിട്ടില്ലാത്ത വിഷയമാണ്. കൊടുത്ത 10 ലക്ഷം രൂപ തിരിച്ചു തന്നു. ഇത് മാത്രമാണ് സ്ഥിരമായി കേൾക്കുന്ന പല്ലവി. പക്ഷെ അല്ലാതെ തന്നെ ഒരുപാട് തുക ഇയാൾക്ക് വേണ്ടിയിട്ട് തന്നെ ചെലവാക്കിയിട്ടുണ്ട്, കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് അറിയുന്ന കാര്യമാണ്. ബാലുചേട്ടന്റെ അച്ഛനും അറിയുന്ന കാര്യമാണ്, ബാലുചേട്ടൻ തന്നെ പറഞ്ഞു. അപ്പോൾ ഇയാൾ വന്ന് തിങ്കളാഴ്ച രാവിലെ, അല്ലെങ്കിൽ ഈ 25-ാം തീയതി രാവിലെ തന്നെ അയാൾക്ക് എവിടെയോ
കുറെ പേപ്പേഴ്സ് സമർപ്പിക്കാനുണ്ടെന്നോ അല്ലെങ്കിൽ അവിടെ നിന്ന് ആരോടോ എൻക്വയറി ചെയ്യാനുണ്ടെന്നോ ഒക്കെ പറഞ്ഞാണ് ഇയാൾ വരുന്നത്. വന്ന ആൾ തമ്പിയുടെ കൂടെ തന്നെയുണ്ട്, തമ്പിയുടെ കൂടെ രാത്രിയുണ്ട്. അങ്ങനെയാണ് ലതയുടെ കോൾ ജിഷ്ണുവിന് ആദ്യം വരുന്നത്. 4:15 കഴിഞ്ഞിട്ട് അപകടം നടന്നു എന്നുള്ളത് ജിഷ്ണു വഴി തമ്പി അറിയുന്നു. അങ്ങനെയാണ് പിന്നെ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോ ഈ ജിഷ്ണു എന്ന് പറയുന്ന ആള് എന്തിനു വന്നു, എങ്ങനെ വന്നു എന്നുള്ളതൊക്കെ വലിയ ചോദ്യങ്ങളാണ്. കലാഭവൻ സോബി എന്ന സാക്ഷി ആദ്യം മീഡിയയിലൂടെ സംസാരിച്ച് തുടങ്ങിയ സമയത്ത് പറഞ്ഞൊരു കാര്യം, കലാഭവൻ സോബി എന്ന് പറയുന്നത് ഒരു കൃത്യമായി തന്നെ കോടതി നിരീക്ഷിച്ച മറ്റൊരു കാര്യമായതുകൊണ്ട്, അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ കോടതി നിരീക്ഷിച്ചൊരു കാര്യമായതുകൊണ്ട് അത് മറ്റൊരു വീഡിയോയിൽ പറയാം. എന്നിരുന്നാലും ഇതൊന്ന് സൂചിപ്പിക്കട്ടെ. കലാഭവൻ സോബി പറഞ്ഞതിൽ ഒരു കാര്യമുണ്ടായിരുന്നു. കാറ് മുന്നോട്ട് എടുക്കുന്ന സമയത്ത് സൈഡിലൂടെ വണ്ണമുള്ള ഒരാളും ബർമുടയും ടീഷർട്ടാണ് തോന്നുന്നു ധരിച്ചിരിക്കുന്ന ഒരു ഫ്രഞ്ച് ബിയർഡുള്ള ഒരു കൊച്ചു പയ്യനും തുഴഞ്ഞു പോകുന്നുണ്ടായിരുന്നു എന്നാണ്. അതായത് വണ്ടിയിൽ നിന്ന് ഇറങ്ങി തന്നെ വണ്ടി സ്റ്റാർട്ടാക്കാതെ തന്നെ തുഴഞ്ഞു പോകുന്നത് കണ്ടിരുന്നു, ധൃതി വെച്ച് പോകുന്നത് പോലെ കണ്ടിരുന്നു എന്ന് കലാഭവൻ സോബി പറയുന്നുണ്ട്. ആ സമയത്ത് ന്യായമായും നമുക്ക് തോന്നുന്ന ഒരു ശരീരപ്രകൃതമാണ്, നമുക്ക് ഒന്ന് സിമിലാരിറ്റി പറയാവുന്ന ശരീരപ്രകൃതമാണ് തമ്പിയുടെയും ജിഷ്ണുവിന്റെയും. ഇവർ ഒരുമിച്ചായിരുന്നു രാത്രി മുഴുവൻ. പക്ഷെ അന്ന് CDR പ്രകാരം ഇതൊന്നും ഇവരില്ല എന്നൊക്കെ പറഞ്ഞാണ്, ആ സ്ഥലത്തില്ലായിരുന്നു അല്ലെങ്കിൽ ഇവിടെ അല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞാണ് ഇവരുടെ എന്താ പറയാ അവരുടെ ആ പ്രസൻസിനെയൊക്കെ മാറ്റിമറിച്ചത്. പക്ഷെ ഈ CDR പ്രകാരം തന്നെ സമയം എന്താണെന്നുള്ളതിനെ കുറിച്ച് അപ്പോഴും ധാരണയില്ല എന്നുള്ളത് ഒന്നുകൂടി പറയട്ടെ. അപകടത്തിന്റെ കൃത്യമായ സമയം അല്ലെങ്കിൽ സോബി അവരെ കണ്ടു എന്ന് പറയുന്ന സമയത്തെക്കുറിച്ചൊന്നും കൃത്യമായ ധാരണ ഇപ്പോഴുമില്ല. കാരണം നേരത്തെ പറഞ്ഞ പോലെയുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. എവിടെയാണ് ഈ ഇടപെടലുകൾ വന്നത്, കൃത്യമായിട്ട് ഏത് സ്ഥലത്താണ് ഈ ഇടപെടലുകളൊക്കെ നടന്നിരിക്കാൻ സാധ്യത എന്നുള്ളതിനെ കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടല്ലോ, കൺഫ്യൂഷൻസ് ഒരുപാട് നിലനിൽക്കുന്നുണ്ടല്ലോ. അപ്പൊ ഈ ജിഷ്ണുവിന്റെ അന്ന് രാത്രി തന്നെയുള്ള വരവ് എന്ന് പറയുന്നത് ഒരു വലിയ ചോദ്യമാണ്. അതും തമ്പിയുടെ കൂടെ. അടുത്ത ദിവസം മുതൽ തമ്പിയുടെ കൂടെ തന്നെ ഇയാളുണ്ട് താനും. തമ്പി നേരത്തെ 25-ാം തീയതി തന്നെ വാലറ്റും പേഴ്സും കളക്ട് ചെയ്തു എന്ന് പറഞ്ഞല്ലോ. ബാലഭാസ്കറിന്റെ കുടുംബമായി അല്ലെങ്കിൽ ബാലഭാസ്കറിന്റെയും കുടുംബത്തിന്റെയും ഭാഗമായി ലക്ഷ്മിയുടെ അനിയൻ പ്രസാദ് ഈ ബാക്കി സാധനങ്ങൾ കൈപ്പറ്റിയിരിക്കുന്നത് 29-ാം തീയതി മാത്രമാണ്, വിത്ത് എ റെസീപ്റ്റ്. അവിടെ കൃത്യമായ നടപടിക്രമം നടന്നിട്ടുണ്ട്. അപ്പൊ അതിൽ വെറുതെ സൂചിപ്പിച്ചിട്ടുണ്ട് ഇന്ന സാധനങ്ങൾ തമ്പി കൊണ്ടുപോയിട്ടുണ്ട്. അതിലും ആർക്കും അന്ന് സംശയമൊന്നും തോന്നിയില്ല എന്നുള്ളതാണ് കോടതി അസ്വാഭാവികമായിട്ട് പറയുന്നത്. കാരണം എന്താണ്, ഈ ഗോൾഡ് സ്മഗ്ലിംഗ് കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വന്നപ്പോഴത്തേക്കും നമ്മുടെ ലക്ഷ്മി ബാലഭാസ്കറിന്റെ പേജിലുള്ള ഒഫീഷ്യൽ പേജിൽ വന്നിരുന്നു. ഇവർ വെറും പ്രോഗ്രാം കോർഡിനേറ്റേഴ്സ് ആണ്, ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനുള്ള ശമ്പളം കൊടുത്തിരുന്നു, അങ്ങനെ അല്ലാതെ വേറൊരു പരിചയവുമില്ല. അപ്പൊ അങ്ങനെ ഒരു തേർഡ് പാർട്ടിക്ക് ഈ സാധനങ്ങൾ കൈമാറിയതിൽ അസ്വാഭാവികത ഇല്ലേ എന്നുള്ളത് ന്യായമായുള്ളൊരു ചോദ്യം ഞങ്ങൾക്കുണ്ടായിരുന്നത് തന്നെയാണ് കോടതിയും ചോദിച്ചത്. അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് ഹോസ്പിറ്റലിന്റെ നിന്ന സമയത്തൊക്കെ തമ്പി ആരാണെന്നുള്ളത് അറിയാം, തമ്പി ഇവർക്ക് വേണ്ടി എല്ലാം ചെയ്യുന്ന ആളാണെന്നറിയാം. കാരണം ബാലുചേട്ടൻ എപ്പോഴും തമ്പിയെ അത്രത്തോളം വിശ്വസിച്ചിരുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയുന്ന കാര്യമാണ്, ഞങ്ങളുടെ കുടുംബത്തിന്. ബാലുചേട്ടൻ ഇതൊന്നും അറിയാതെയാണ്, അതായത് ഇവരുടെ ഈ ബാക്കിയുള്ള ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ ഇവർ പാരലായിട്ട് ചെയ്തു പോയിക്കൊണ്ടിരുന്ന കാര്യങ്ങളെ കുറിച്ചോ യാതൊരു ധാരണയും ബാലുചേട്ടൻ ഇല്ലായിരുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കാനുള്ള ഏറ്റവും വലിയ കാരണവും അത് തന്നെയാണ്. അങ്ങനെ അറിഞ്ഞിരുന്ന ഒരാളാണെങ്കിൽ ഇവരെ ഇങ്ങനെ പരിവാരങ്ങളായി കൊണ്ട് നടക്കില്ലായിരുന്നു. ഇപ്പൊ ഞങ്ങളുടെ വീട്ടില് അമ്മൂമ്മ ഉണ്ടായിരുന്നു, 2017 വരെ അമ്മൂമ്മ ഉണ്ടായിരുന്നു. അപ്പൊ അമ്മൂമ്മയ്ക്ക് വയ്യാതായ ഒരു സമയത്ത് ഇവിടെ ഒരു ഡൊമസ്റ്റിക് ആവശ്യങ്ങൾ വന്നപ്പോൾ, സർവന്റിനെ പറ്റിയുള്ള ആവശ്യങ്ങൾ വന്നപ്പോഴും ഒക്കെ, ഹോം നഴ്സിനെ പറ്റിയുള്ള ആവശ്യങ്ങൾ വന്നപ്പോഴും ഒക്കെ ഇമ്മീഡിയറ്റ് ആയിട്ട് ബാലുചേട്ടൻ ഇടപെട്ട സമയത്ത്, അല്ല ബാലുചേട്ടൻ കേട്ട സമയത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് തമ്പിയോട് പറഞ്ഞാൽ മതി, തമ്പി വഴി അറേഞ്ച് ചെയ്യാൻ പറ്റും. തമ്പിക്ക് ഒരുപാട് കോൺടാക്ട്സ് ഉണ്ട്, തമ്പി അങ്ങനെ ഒരു ഏജൻസിയുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ പരിചയക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ എന്തിനും ഏതിനും ബാലുചേട്ടനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിനും തമ്പിയെ വിളിക്കാമെന്നുള്ളത് അല്ലെങ്കിൽ തമ്പിയെ അറിയാമെന്നുള്ളത്, ബാലുചേട്ടൻ്റെ അച്ഛൻ 2016 ഹോസ്പിറ്റലൈസ്ഡ്, സ്ട്രോക്ക് വന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആയ സമയത്തും എല്ലാ കാര്യത്തിനും ബാലുചേട്ടൻ വിളിക്കേണ്ടി വരുന്ന സാഹചര്യത്തിലെല്ലാം തമ്പിയെയാണ് വിളിച്ചുകൊണ്ടിരുന്നത്.
ഇവർക്ക് വീട് നോക്കാം, ഇവര് അവിടെ നിന്ന് മാറി താമസിക്കണം, അതായത് എപ്പോഴും വണ്ടി കൃത്യമായിട്ട് ആക്സസ് ഉള്ള അല്ലെങ്കിൽ ആംബുലൻസ് സർവീസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എമർജൻസി സർവീസ് ആവശ്യമുള്ള ഒരു ഘട്ടത്തിൽ കുറച്ചുകൂടെ റോഡ് ആക്സസ് ഉള്ള ഒരു വീട്ടിലേക്ക് മാറി താമസിക്കണം എന്നൊക്കെ പറയുമ്പോൾ എന്നാൽ ഞാൻ വിഷ്ണുവിനോട് വേണമെങ്കിൽ ചോദിക്കാം, സൺഹോംസുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ആളല്ലേ എന്ന് ബാലുചേട്ടൻ പറയുന്നതുമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ കള്ളത്തരങ്ങളാണ് ഇവരെല്ലാം നടത്തുന്നത് എന്നുണ്ടായിരുന്നെങ്കിൽ ബാലുചേട്ടൻ അങ്ങനെ ഞങ്ങളെ പോലുള്ള ബാലുചേട്ടന്റെ ഇമ്മീഡിയറ്റ് ഫാമിലി അല്ലെങ്കിൽ അവിടെയുള്ള ലക്ഷ്മിയോ ബാക്കിയുള്ളവരോ അറിഞ്ഞോട്ടെ, ഞങ്ങളെ പോലെയുള്ള ഇടയ്ക്കിടയ്ക്ക് മാത്രം ബാലുചേട്ടൻ കാണുന്നവരുടെ അടുത്ത് പോലും ഇവരെ പറ്റി ബാലുചേട്ടൻ വളരെ കാര്യമായി തന്നെയാണ് സംസാരിച്ചിരുന്നത്. വിഷ്ണുവിനെ വിശ്വാസമില്ലായിരുന്നു എന്നുള്ളതിന് ഒരുപാട് അനുഭവങ്ങളുണ്ട്, എക്സാമ്പിൾസ് ഉണ്ട്. ബാലുചേട്ടൻ അച്ഛനോടും അമ്മയോടും ഒക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. ബാലുചേട്ടന്റെ മുൻ സ്റ്റാഫിനും ഇതേപ്പറ്റിയൊക്കെ അറിയാമായിരുന്നു. പക്ഷെ തമ്പി എന്നൊരു വ്യക്തിയെ ബാലുചേട്ടൻ 100% വിശ്വസിച്ചിരുന്നു എന്നുള്ളത് ഏറെ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു ഘട്ടത്തിൽ. എനിക്കങ്ങനെയാണ് പറയാൻ തോന്നുന്നത്. തമ്പി ബാലുചേട്ടനെ പൂർണ്ണമായും പറ്റിച്ചു. ബാക്കിയുള്ളവരെയൊക്കെ പറ്റി ബാലുചേട്ടന് ഒരു ധാരണ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതുവരെയുള്ള ഒരു എന്താ പറയുക, ഒരു മനസ്സിലാക്കലിൽ മൊത്തത്തിലുള്ളൊരു അവസ്ഥ മനസ്സിലാക്കുമ്പോൾ അതുവരെയുള്ള കാര്യങ്ങളോ ബാലുചേട്ടൻ പറഞ്ഞ കാര്യങ്ങളോ ബാലുചേട്ടൻ അച്ഛനോടും അമ്മയോടും പറഞ്ഞ കാര്യങ്ങളോ ബാലുചേട്ടൻ മറ്റ് സുഹൃത്തുക്കളോട് പറഞ്ഞ കാര്യങ്ങളോ ഒക്കെ പരിശോധിക്കുമ്പോൾ ബാക്കിയുള്ളവരെയൊക്കെ മാറ്റി നിർത്തിയാലും തമ്പിയെ ബാലുചേട്ടൻ വിശ്വസിച്ചിരുന്നു പൂർണ്ണമായും. അതുകൊണ്ട് തന്നെ ബാലുചേട്ടന്റെ മ്യൂസിക് സർക്കിളിൽ പോലും ഏതൊരു ആവശ്യത്തിനും തമ്പിയെ വിളിക്കുക എന്നുള്ളതായിരുന്നു ഒരു അണ്ടർസ്റ്റാൻഡിങ്. സോബി പറഞ്ഞതിന്റെ വാലിഡിറ്റി വരുന്നതും അവിടെയാണ്. അതായത് സോബി പറഞ്ഞിരുന്നു ഇത് എന്ത് ചെയ്യണം എന്നറിയില്ല. സോബി അഡ്വക്കേറ്റിനെ ആദ്യമേ വിളിക്കുന്നു, ഇങ്ങനെ ഒരു കാര്യം നടന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അഡ്വക്കേറ്റ് പറയുന്നുണ്ട് ഈ എല്ലാ പ്രശ്നത്തിലും ചെന്ന് പെടണ്ട, വിട്ടേരാൻ മിണ്ടാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ വീണ്ടും ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട ആരോടിച്ചോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ചകളൊക്കെ വരുന്ന വാർത്തകളൊക്കെ കണ്ട സമയത്താണ് മധു ബാലകൃഷ്ണൻ ഒരു കോമൺ ഫ്രണ്ട് ആണല്ലോ, ഒരു ചെറിയ ബന്ധമുണ്ടല്ലോ എന്നൊക്കെ അറിയാവുന്നതുകൊണ്ട് മധു ബാലകൃഷ്ണനെ, സോബിക്ക് നന്നായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ് മധു ബാലകൃഷ്ണൻ. അപ്പൊ അദ്ദേഹത്തെ വിളിക്കുന്നു. അദ്ദേഹം തമ്പിയെ വിളിക്കുന്നതാണ് കറക്റ്റ്, അയാളാണ് എല്ലാം നോക്കുന്നത് എന്ന് പറയുന്നു. സോ ഇതെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണല്ലോ മ്യൂസിക് സർക്കിളിലും. അപ്പൊ തമ്പിയെ സോബി വിളിച്ചതും തമ്പി തിരിച്ചു വിളിച്ചതും ഇതെല്ലാം CDR ഉണ്ട്. ക്രൈംബ്രാഞ്ച് തന്നെ കൃത്യമായി കണ്ടെത്തിയതാണ്. 2018 നടന്നൊരു കാര്യം. അപ്പോൾ അത് നടന്നു എന്ന് പറയുന്ന സ്ഥിതിക്ക് അതൊക്കെ വളരെ കൃത്യമാണ്, അല്ലെങ്കിൽ കള്ളം പറഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കുന്ന സ്ഥിതിക്ക് അയാൾ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യം കാണില്ലേ എന്ന് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ. പക്ഷെ ഈ സാക്ഷിയെ മറ്റു പല സാക്ഷികളെ ഒഴിവാക്കിയതുപോലെയല്ല ഈ സാക്ഷിയെ കള്ളനാക്കണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയാണ് പോലീസ് കാണിച്ചതും ക്രൈംബ്രാഞ്ച് കാണിച്ചതും അതെ. അത് കഴിഞ്ഞ് CBI കുറച്ചുകൂടെ നാക്കം കൂട്ടി കേസ് തന്നെ കൊടുത്തു, വഴിതെറ്റിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞു. എങ്ങനെ എന്നുള്ളത് നമുക്ക് വീണ്ടും വിശദമായിട്ട് സംസാരിക്കാം. പക്ഷെ ഈ തമ്പിയുടെ കാര്യത്തിൽ ആകാശ് ഷാജി എന്ന ഗോൾഡ് സ്മഗ്ലിംഗ് മിഡിൽമാനുമായിട്ടുള്ള ഇയാളുടെ സംസാരം, പിന്നെ നമ്മുടെ എന്താ പറയുക ATM നിന്ന് പൈസ എടുത്ത കാര്യം, ഫോണും വാലറ്റും കളക്ട് ചെയ്തു എന്ന് പറയുന്ന കാര്യം. ഫോണും വാലറ്റും എന്ന് പറയുന്നത് വളരെ ഇന്ന് ഒരു അപ്ഡേറ്റിൽ കണ്ടത്, കുഞ്ഞിന്റെയും ബാലുചേട്ടന്റെയും ഒക്കെ പിക്ചേഴ്സ് ലക്ഷ്മി കാണുന്നത് ഓർത്തിട്ട് അത് സഹിക്കാൻ വയ്യാതെ കയ്യിൽ വെച്ചിരുന്നു എന്നുള്ളതാണ്. ലക്ഷ്മിയെ വേദനിപ്പിക്കാതിരിക്കാൻ, ലക്ഷ്മി സ്റ്റേബിൾ ആകുന്നത് വരെ. പക്ഷേ ഫോൺ ആവശ്യപ്പെട്ടു എന്ന് ലക്ഷ്മി പറയുന്നത് അമ്മയാണ്. അമ്മയ്ക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ട് ഉണ്ടാവണമെന്നില്ലല്ലോ, അപ്പോൾ അമ്മയ്ക്ക് കൊടുക്കാമല്ലോ. അമ്മ ലക്ഷ്മിയുടെ അവസ്ഥ അറിഞ്ഞ് പിന്നീട് അത് വേണമെങ്കിൽ ലക്ഷ്മിയുടെ കയ്യിൽ കൊടുക്കാമല്ലോ. അങ്ങനെ ഒരു ചോദ്യം ആരും ചോദിച്ചു കണ്ടില്ല. പക്ഷെ ഫോൺ കോളിൽ അല്ലെങ്കിൽ ഫോട്ടോസോ വീഡിയോസോ എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട്, അല്ലെങ്കിൽ കോൾസ് എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് വാട്സപ്പ് ചാറ്റ്സ് ഉണ്ടാവില്ലേ, വാട്സപ്പ് കോൾസ് ഉണ്ടാവില്ലേ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളും അവിടെ റെലവെന്റ് ആയിട്ടുള്ളതല്ലേ, തെളിവുകളല്ലേ. അപ്പോൾ തമ്പിക്ക് അവിടെ എന്തെങ്കിലും ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നോ? ബാലുചേട്ടന്റെ ഫോൺ എന്ന് പറയുന്നത് എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു, എല്ലാവർക്കും ആക്സസ് ഉള്ള ഒരു കാര്യമായിരുന്നു എന്നുള്ളതുമൊക്കെ ഇവരെ ചുറ്റുപറ്റിയുള്ള എല്ലാവർക്കും അറിയുന്നതാണ്. അങ്ങനെയുള്ള മൊഴികളുമുണ്ട്. പാസ്വേഡ് ഇല്ലാത്ത ഫോണാണ്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ അത് ദുരുപയോഗം ചെയ്യപ്പെടാവുന്ന എത്രയോ കാര്യങ്ങളുണ്ട്, എത്രയോ സ്ഥലങ്ങളുണ്ട്, എത്രയോ ഘട്ടങ്ങളുണ്ട്. ഈ കേസിന്റെ നാൾ വഴികൾ നോക്കുമ്പോൾ തന്നെ അറിയാം. ഞാനിവിടെ പറയുന്നത് ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയല്ല, ഞങ്ങളുടെ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി ഒന്നുമല്ല. കോടതിയിൽ സമർപ്പിക്കപ്പെട്ട രേഖകളെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ്.
ഇതൊക്കെ കോടതിയിലല്ലേ പറയേണ്ടതെന്ന് വെച്ചാൽ കോടതിയിൽ സമർപ്പിക്കപ്പെട്ട റിപ്പോർട്ടിൽ വന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഞങ്ങൾ ചോദ്യം ചെയ്യുമ്പോഴെല്ലാം അതിനെ തൂത്ത് അല്ലെങ്കിൽ മായ്ച്ചു കളയുന്ന ഒരു അവസ്ഥ വരുമ്പോൾ പബ്ലിക്കെങ്കിലും അറിയണ്ടേ. കാരണം സോബി കള്ളം പറഞ്ഞു എന്നുള്ളതിന് ഞങ്ങൾ ഉത്തരം പറയേണ്ടി വന്നു. ബാലുചേട്ടൻ വണ്ടി ഓടിച്ചു എന്ന് ആദ്യം പറഞ്ഞ സമയത്തും ഞങ്ങൾ ഉത്തരം പറയേണ്ടി വന്നു. ഗോൾഡ് സ്മഗ്ലേഴ്സിന്റെ പേര് വന്ന സമയത്ത് ബാലഭാസ്കറിന്റെ പേര് വലിച്ചടിക്കുന്നു എന്നുള്ളതിനും ഞങ്ങൾ ഉത്തരം പറയേണ്ടി വന്നു. എന്തുകൊണ്ട് തമ്പിയെയും വിഷ്ണുവിനെയും പൂന്തോട്ടം ലതയെയും ഒക്കെ സംശയിച്ചു എന്നുള്ള ഒരൊറ്റ കുറ്റത്തിന്റെ പേരിൽ. അതുകൊണ്ട് മാത്രമാണ് ഇത് തുടർന്നും കോടതി വിധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി തന്നെ പൊതുവേദിയിൽ പറയണമെന്ന് തന്നെ വിചാരിക്കുന്നത്. കൂടുതൽ ഡീറ്റെയിൽസുമായി ഇനിയും വരാം, സൗകര്യം പോലെ. നമസ്തേ. ടോക്ക് ട്രഷേഴ്സ് ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങൾ പുതിയ വിഷയമായി ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ വരുന്നവരേക്കും ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. ടോക്ക് ട്രഷേഴ്സ്.